ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ. ഇതാ ഈ ഒരു ബുക്കുണ്ടല്ലോ, ഇത് എൻ്റെ ഒരു മോൻ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. എൻ്റെ മോൻ എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ട്, സ്വന്തം മോനെ പോലെ തന്നെയാണ് ഞാൻ അവനെ കാണുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി സൗദിയിലാണ്, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവൻ്റെ റെസ്റ്റോറൻറ്റിൽ മെനു ആണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോനെ ഏതെങ്കിലും നല്ല റെസിപ്പി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് എത്തിച്ചുതരാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ബുക്കിൽ നിന്നുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പാണ് ചെയ്യുന്നത്, കോളിഫ്ലവർ കൊണ്ട് നല്ല കിടുക്കാച്ചിയൊരു സൂപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ കോളിഫ്ലവർ, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനത് ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു കുറച്ച് കിച്ചൺ ടൂൾസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനി ചെയ്തു തുടങ്ങാം. ആദ്യമായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇത് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാദ്യം ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു റെസിപ്പിയാണ് അവനോട് ചോദിച്ചത്. അപ്പോൾ ഇനിയൊരു ബുക്ക് എനിക്ക് തന്നു കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ, ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. ഒരു റെസിപ്പി മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പം നല്ലൊരു കിടുക്കാച്ചിയൊരു ബുക്ക് എനിക്ക് തന്നു കേട്ടോ. ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്കെന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു, ആൻറ്റി എല്ലാം കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാവുന്ന കാര്യമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഈ കൊച്ചു കേട്ടോ. എൻ്റെ പേര് അഖിൽ എന്നാണ്. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് അരിഞ്ഞു വെച്ച സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു 4-5 കഷ്ണം ചെറിയ വെളുത്തുള്ളി ആയിരുന്നു ചോപ്പ് ചെയ്തെടുത്ത്, ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ആയിരുന്നു ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് സവോളയും ചേർത്ത് പച്ചമുളകും ചേർന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു വെജിറ്റബിൾസ് മാഗി ക്യൂബ്, ചിക്കൻ്റെ അല്ല വെജിറ്റബിളാണ്, ഇതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടിതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം കിട്ടുവാൻ്റെ ഇല്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തൈമാണ്. ഇത് നമുക്ക് ഷോപ്പുകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഇത് ചേർത്തേ തീരൂ നിർബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സൂപ്പിനൊക്കെ ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്നൊരു സംഭവം എന്താണെന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്, ഈ തൈം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് നമുക്ക് ഈ ഒറിഗാനോ അങ്ങനെയുള്ളൊരു ടേസ്റ്റ്, ഒറിഗാനോ ടേസ്റ്റ് അല്ല, ഏകദേശം നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്, നല്ലൊരു ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ നമ്മുടെ ഈ സൂപ്പിന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ നേരത്തെ സബോളയൊക്കെ വഴറ്റി ചേർത്തതിന് ശേഷം ഞാൻ പറഞ്ഞ തൈം നമ്മൾ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി ചേർത്തു. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ 1/2 ടീസ്പൂൺ വീതം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത്രയും റെഡിയായതിന് ശേഷം നമ്മളിതിലേക്ക് അടർത്തി വെച്ചിട്ടുള്ള കോളിഫ്ലവർ, ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടെടുത്താണ്. വല്ല പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി എനിക്കിത് കിട്ടുന്നത്, മോനിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, അവനിത് കൊണ്ട് തന്നിട്ട് ഏകദേശം ഒരു 2-2.5 മാസത്തോളമായി. ആ സമയത്ത് എനിക്ക് കണ്ണിൻ്റെ സർജറി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബുക്കിലൊന്നും നോക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായ സന്തോഷമാണ് കേട്ടോ തോന്നിയത് എനിക്കിത് കിട്ടിയപ്പോൾ. അപ്പോൾ നല്ല കൂട്ടാണ്, എൻ്റെ മക്കളെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ അവനുമായിട്ട്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ മെസ്സേജ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ പുള്ളി കല്യാണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞുണ്ട്, വൈഫ് PhD ചെയ്യുന്നു. അപ്പോൾ മൊത്തത്തിൽ തിരക്കാണ്. എങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് സർജറിയും കൂടെ ഒക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞതുകൊണ്ട് ആരുടെയെങ്കിലും കൈ കൊടുത്തു വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ നാട്ടിലെത്തിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞതുകൊണ്ട് മോനിത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ തന്നിട്ടൊരു 2 മാസത്തോളം ആയി തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ.
അപ്പം അന്ന് തൊട്ടേ ഞാൻ ഒരുപാട് റെസിപ്പിയൊക്കെ ഇതിൽ കണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പ്, സ്നാക്സ്, സൂപ്പ്, ബിരിയാണി, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇത് കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം എടുത്തു ഒന്ന് വെന്ത് വരാനായിട്ട്. വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു പൊട്ടറ്റോ മാഷർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതിങ്ങനെ ഉടച്ചെടുത്തിട്ട് അങ്ങനെ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തണുപ്പിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു. അത് 100% അങ്ങ് അരച്ചെടുത്തിട്ടില്ല, ഒരു 80-90% വരെ ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കി നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ച് തന്നെ ഇരിക്കുകയാണ്, നല്ല വെന്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കിയിട്ട് അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരുപാട് സൂപ്പിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലാതെ വീട്ടിൽ ഒരുപാട് വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ എനിക്കിത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, ടേസ്റ്റി ആയിട്ട് തോന്നി. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഈ തൈം മാത്രമേ ഉള്ളൂ ഇത് സ്പെഷ്യലായിട്ട് ഞാനതിൽ ചേർക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ ചേർക്കുന്നത് തേങ്ങ പാലാണ്. തേങ്ങയുടെ 2ാം പാല്, 1ാം പാൽ അങ്ങനെ എടുത്തിട്ടില്ല, ഒറ്റ ഇതിൽ തന്നെ എടുത്തിട്ടുള്ള പാലാണിത്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തതിന് അതിൽ നിന്ന് ഒരല്പം വെള്ളം കൂടെ, ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്, നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഈ തൈം എന്നത് കിട്ടിയേ തീരും, നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഏറ്റവും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന സംഭവമാണ് ഇത്. അതുപോലെ സെലറി ഒന്നും നമുക്കിവിടെ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാമായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ നോക്കി. പിന്നെ കുരുമുളക് പൊടി, ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് അല്ലാതെ വൈറ്റ് പെപ്പർ കിട്ടുമെങ്കിൽ, ബ്ലാക്ക് പെപ്പറാണ് നമ്മൾ ചേർക്കുന്നത്, അത് കുറച്ചും കൂടെ ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ ഈ കളർ മാറത്തില്ല കേട്ടോ. അപ്പം എൻ്റെ കയ്യിലതില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ ബ്ലാക്ക് പെപ്പർ തന്നെ പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കത്തില്ലേ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇത് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പപ്പടമാണ്. പപ്പടം നിർബന്ധമായിട്ടും വേണം കേട്ടോ. പപ്പടം ഇതുപോലെ പൊടിച്ചിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് തരുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ പപ്പടമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഇതിൽ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്നത് ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് വരുത്തി ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ആണ് ഈ ഒരു റെസിപ്പിയും തിരഞ്ഞെടുത്തത് കേട്ടോ. ഇനിയും ഒരുപാട് റെസിപ്പി ഇതിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് നമുക്കിത് ചെയ്യാവുന്നതല്ല. കാര്യം ഇതൊരു വെറൈറ്റിയാണ്, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന സൂപ്പ് പോലെ അല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങൾക്കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് തരുന്നത്. ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു മോനെ, ഒരുപാട് സന്തോഷമുണ്ട് ആൻറ്റിക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ മോനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ 1-2 സൂപ്പിനെ പറ്റി അതിൽ കണ്ടത് ഞാൻ ചോദിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാത്തതും അല്ലെ ഓൺലൈൻ വാങ്ങി ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ചോദിച്ചു. പറഞ്ഞു ആൻറ്റി ഇന്നതിൻ്റെ ടേസ്റ്റാണ്, ഇന്നതുപോലെ ഉണ്ടാകും, അല്ലെ അത് കിട്ടിയില്ല ആൻറ്റിക്ക് ഇതുപോലെ ചെയ്താൽ മതി എന്ന് കുറേ ഡൗട്ടുകൾ മോൻ എനിക്ക് പറഞ്ഞു കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ട് എന്നോട് പറഞ്ഞാൽ മതി ആൻറ്റി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം മല്ലിയില കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്വല്പം ലൂസിലാണ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് തിക്കായിട്ടിരുന്നിട്ടുണ്ടെങ്കിലും അത്ര ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ പപ്പടം പൊടിച്ചിട്ടു, സ്വല്പം മാത്രമേ മല്ലിയില ചേർക്കാവുള്ളൂ, ഒരുപാട് മല്ലിയില ചേർക്കരുത്. അപ്പം മല്ലിയിലയുടെ ആ ഫ്ലേവറായിട്ട് വരും, കുറച്ച് മാത്രം ചേർക്കുക. ഇനി ഞാൻ ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. ഇനി ഒരല്പം മല്ലിയിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരല്പം പപ്പടം കൂടി പൊടിച്ചിട്ടിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം നമുക്കിത്. അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ സൂപ്പ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. താങ്ക്